ഒരു തരി മധുരം പോലും വീഴാത്ത ഇടങ്ങളിൽ പോലും ഉറുമ്പിന്റെ ശല്യം ഉണ്ടാകാറില്ലേ? ചില സ്ഥലങ്ങളിൽ എത്ര തുരത്തിയിട്ടും ഇവ ഒഴിഞ്ഞു പോകാറില്ല. ശത്രുദോഷമാണ് ഉറുമ്പ് ശല്യത്തിന് പിന്നിലെന്ന് പറയാറുണ്ട്. അങ്ങനെ ശത്രുദോഷമാണ് എങ്കിൽ അത് മാറ്റാനും ഒരു വഴിയുണ്ടാകണമല്ലോ. അതിനുള്ള ഉത്തരമാണ് ഉറുമ്പുകളെ ദൈവമായി ആരാധിക്കുന്ന ഒരു ഗ്രാമം. ഒട്ടേറെ ഐതിഹ്യങ്ങളുള്ള ഒരു ഗ്രാമം. വെറും നിസ്സാരക്കാർ എന്ന് നമ്മൾ എപ്പോഴൊക്കെയോ പുച്ഛിച്ചു തള്ളിയ ഈ ഇത്തിരി കുഞ്ഞന്മാർക്കും ഒരു ക്ഷേത്രമുണ്ട്. ശ്രീകോവിലോ വിഗ്രഹമോ പ്രതിഷ്ഠയോ ഇല്ലാത്ത ഒരു ക്ഷേത്രം. ക്ഷേത്രമായി നിലകൊള്ളുന്നുവെങ്കിലും സാധാരണഗതിയിലുള്ള ഒരു ക്ഷേത്രത്തിൻ്റെ ഘടനയൊന്നും ഇവിടെ കാണാൻ കഴിയില്ല. വൃത്താകൃതിയിലുള്ള ഒരു തറയിലാണ് പ്രതിഷ്ഠയുള്ളത്. 400 വർഷത്തിൻ്റെ ചരിത്രമാണ് ഉറുമ്പച്ചൻ ക്ഷേത്രത്തിന് പറയാനുള്ളത്. ഉറുമ്പുകളുടെ അദൃശ്യ സാന്നിധ്യമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു തറയും വിളക്കും മാത്രമാണ് ഇവിടെയുള്ളത്. വീട്ടിലെ അടുക്കളയിൽ, കിടപ്പുമുറികളിൽ, എന്തിന് കിടക്കയിൽ പോലും ആധിപത്യമുറപ്പിക്കുന്ന ഉറുമ്പുകളെ ദൈവമായി ആരാധിക്കുന്ന ക്ഷേത്രമുള്ളത് തമിഴ്നാട്ടിലോ കർണാടകയിലോ അല്ല, ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിലാണ്. കണ്ണൂർ ജില്ലയിലെ തോട്ടടയിൽ നിന്നും കീഴുന്നപ്പാറയിലേക്ക് പോകുന്ന റോഡിൽ കുട്ടിക്കകം എന്ന സ്ഥലത്താണ് ഉറുമ്പച്ചൻ കോട്ടം എന്ന പേരിൽ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഉറുമ്പിനെ ആരാധിക്കാൻ തുടങ്ങിയതിന് പിന്നിൽ ഇവിടെ ഒരു ഐതിഹ്യമുണ്ട്. ഏകദേശം 4 പതിറ്റാണ്ട് മുൻപാണ് ഇതിന് ആധാരമായ സംഭവം നടക്കുന്നത്. ഗ്രാമത്തിലെ വിഘ്നങ്ങൾ നീങ്ങി അഭിവൃദ്ധി കൈവരാൻ ഒരു ഗണപതി ക്ഷേത്രം പണിയണമെന്ന് ഭക്തർക്ക് മോഹം തോന്നി. പണ്ഡിതരെയും ജ്യോതിഷികളെയും വിളിച്ചു വരുത്തി അവർ തങ്ങളുടെ ആവശ്യം പറഞ്ഞു. തുടർന്ന് ഗണപതി ക്ഷേത്രം പണിയാനുള്ള സ്ഥാനം കണ്ട് കുറ്റിയടിച്ചു. എന്നാൽ തൊട്ടടുത്ത ദിവസം അവിടെ എത്തിയ ഭക്തരെ കാത്തിരുന്നത് മറ്റൊരു കാഴ്ചയാണ്. ഗണപതി ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിനായി കുറ്റിയടിച്ച സ്ഥാനത്ത് ഒരു ഉറുമ്പും കൂട്. കുറ്റിയാകട്ടെ മറ്റൊരു സ്ഥലത്ത് മാറിക്കിടക്കുന്നു. വീണ്ടും പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ കുറ്റി മാറിക്കിടന്ന സ്ഥലത്ത് ഗണപതി കോവിലും ഉറുമ്പിൻ കൂട് കണ്ട സ്ഥലത്ത് ഉറുമ്പുകളെ ആരാധിക്കാൻ ഒരു ക്ഷേത്രവും നിർമ്മിച്ചു. അങ്ങനെയാണ് ഉദയമംഗലം ഗണപതി ക്ഷേത്രത്തിന് സമീപം ഉറുമ്പച്ചൻ കോട്ടം എന്ന ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടത്. ഉദയമംഗലം ഗണപതി ക്ഷേത്രത്തിന്റെ ആരുടെ സ്ഥാനമാണ് ഉറുമ്പച്ചൻ കോട്ടം. ഉദയമംഗലം ക്ഷേത്രത്തിൽ പൂജ നടക്കുമ്പോൾ എല്ലാ മാസവും നിവേദ്യം ആദ്യം നൽകുന്നത് ഉറുമ്പുകൾക്കാണ്. ഉറുമ്പച്ചൻ കോട്ടത്തിൽ പൂജ ചെയ്തതിനു ശേഷമാണ് ക്ഷേത്രത്തിൽ പൂജ തുടങ്ങുന്നത്. കൂടാതെ ഉറുമ്പച്ചൻ കോട്ടത്തിൽ സുബ്രഹ്മണ്യന്റെ ചൈതന്യം കൂടിയുണ്ടെന്നും വിശ്വാസമുണ്ട്. അതിനാൽ എല്ലാ ദിവസവും ഇവിടെ വിളക്ക് വയ്ക്കുന്ന പതിവുണ്ട്. ദൂരനാടുകളിൽ നിന്ന് പോലും ഭക്തർ ഈ ക്ഷേത്രത്തിലെത്തുന്നത് വീട്ടിലെ ഉറുമ്പ് ശല്യത്തിൽ നിന്ന് രക്ഷ നേടാനാണ്. ഉറുമ്പച്ചൻ കോട്ടയിലെ സാങ്കല്പിക പ്രതിഷ്ഠയ്ക്ക് മുന്നിൽ നാളികേരം സമർപ്പിച്ചാൽ ഉറുമ്പ് ശല്യം ഒഴിഞ്ഞു പോകുമെന്നാണ് വിശ്വാസം. ഭക്തർ എത്തിക്കുന്ന നാളികേരം പൂജാരിയാണ് പൊട്ടിക്കുക. ശേഷം നാളികേരത്തിനുള്ളിലെ വെള്ളം ക്ഷേത്രത്തിലെ തറയിൽ ഒഴുകുന്നു. ഇങ്ങനെ ചെയ്താൽ ഉറുമ്പുകൾ പ്രസാദിക്കുമെന്നും പറയപ്പെടുന്നുണ്ട്. മണ്ഡലകാലത്തും മറ്റും നടക്കുന്ന വിശേഷ പൂജാ സമയത്താണ് കൂടുതലായി ആളുകൾ നാളികേരവുമായി ക്ഷേത്രത്തിലെത്തുന്നത്.